എന്തായാലും എന്ത് പദ്ധതിയാണെങ്കിലും പൊന്നോണ്ടുണ്ടാക്കിയ പുളിശ്ശേരി എന്ന് പറഞ്ഞാലും കേരളത്തിൽ രാഷ്ട്രീയമില്ലാത്ത ഒന്നില്ല. സ്വാഭാവികം ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്യുമ്പോൾ അതിൻ്റെ പൈതൃകം ആരുടേതാണെന്ന ചർച്ച എല്ലാ കാലങ്ങളും ഉണ്ടായപ്പോൾ ഇക്കാലത്തും ഉണ്ടാകുന്നു. CPLM പദ്ധതി UDF കാലത്തെ പദ്ധതിയാണെന്ന് പറയുന്നു UDF നേതൃത്വം. എന്താണ് അതങ്ങനെ നോക്കേണ്ട കാര്യമില്ല എന്ന് പറയുകയാണ് മുഹമ്മദ് റിയാസ്. അതിൽ ആശങ്ക വേണ്ടെന്ന് പറയുന്നു. മാത്രമല്ല അതിലുയരുന്ന ഒരു ആശങ്ക എന്താണ് ഈ സീപ്ലെയിൻ പദ്ധതിയുടെ ഭാഗമായി മാട്ടുപ്പെട്ട് റിസർവ് ഉൾപ്പെടുത്തുന്നത്, ഡാം ഭാഗം ഉൾപ്പെടുത്തുന്നത് അത്ര നല്ലതാവില്ല. അതിന് കാരണം വനം വകുപ്പ് പറയുന്നത് അത് ഈ ആനകളുടെ സ്ഥലമാണ്. അപ്പോൾ ഈ പ്ലെയിൻ പോയി ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രകമ്പനങ്ങൾ ആനകൾക്ക് ബുദ്ധിമുട്ടാകും എന്ന് പറയുന്നുണ്ട്. വനം വകുപ്പ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒഴിവാക്കണമെന്ന് പ്രത്യക്ഷമായി ആവശ്യപ്പെടുന്നില്ലെങ്കിൽ കൂടിയും അതിന് മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ മറുപടി അത്തരത്തിൽ ഏതെങ്കിലും കാരണം കൊണ്ട് ആശങ്കപ്പെടേണ്ടതില്ല, അതൊക്കെ നോക്കാം എന്നുള്ളതാണ് മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ മറുപടി. സീപ്ലെയിനിലെ വിവാദങ്ങളിലേക്ക് KSEBയും വനംവകുപ്പും പരീക്ഷണ പറക്കലിന് മുന്നോടിയായി ഡാമിൽ പരിശോധന നടത്തിയിരുന്നു. ഈ പരിശോധനയ്ക്ക് ശേഷമാണ് മാട്ടുപ്പെട്ടി ഡാം പദ്ധതിയുടെ ഭാഗമാക്കുന്നതിൽ വനംവകുപ്പ് ആശങ്ക അറിയിച്ചത്. ഡാം ആനത്താരയുടെ ഭാഗമാണ്. വിമാനമിറങ്ങുന്നത് ആനകളുടെ സഞ്ചാരത്തിനെ ബാധിക്കാമെന്നാണ് ആശങ്ക. അതിനാൽ വിശദമായ പഠനം വേണമെന്നും വനംവകുപ്പ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത്തരം വാദങ്ങൾ ഉന്നയിക്കുന്നവരെ നേരിടുമെന്ന് MM മണി MLA. ഇത് നടക്കുമെന്നൊക്കെ പറഞ്ഞു വരുന്ന ഒരുമാതിരി അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ശുദ്ധ പോകൃത്തരമാണ്. അതിനോടൊന്നും യോജിപ്പില്ല. ശക്തമായി അതിനെ എതിർക്കണമെന്നോ അങ്ങനെ പറയുന്നവനെ നേരിടുകയും വേണം. ഏത് ഈ സൈസിൽ അത് കൂടുതലൊന്നും പറഞ്ഞ് ഇനിയിപ്പോൾ ഞാൻ പറയുന്നത് ശരിയല്ല. ഒരു പ്രശ്നവും ഉണ്ടാകില്ലെന്നും പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്നും മന്ത്രി റോഷി അഗസ്റ്റിനും വ്യക്തമാക്കി. അതേസമയം സീപ്ലെയിൻ പദ്ധതി തങ്ങളുടെ കുട്ടിയായതിനാലാണ് സമരം ചെയ്യാത്തതെന്ന് കോൺഗ്രസ് നേതാവ് K മുരളീധരൻ പ്രതികരിച്ചു. UDF സർക്കാരിന്റെ കാലത്ത് കൊണ്ടുവന്ന പദ്ധതിയെ മുഖ്യമന്ത്രി അടക്കമുള്ളവർ അന്ന് എതിർത്തതാണെന്നും മുരളീധരൻ. ഞങ്ങളുടെ കുട്ടിയാണ് എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങളിപ്പോൾ അതിനെക്കുറിച്ച് പ്രതികരിക്കാം. പക്ഷേ UDF ഭരിക്കുമ്പോൾ ഒരു നയം, LDF ഭരിക്കുമ്പോൾ വേറെ നയം. ഇത് കേരളത്തിൻ്റെ അടിസ്ഥാന വികസനത്തിന് ശരിയല്ല എന്നുള്ള സ്റ്റാൻഡാണ് എല്ലാ കാലത്തും ഞങ്ങൾ സ്വീകരിച്ചത്. പദ്ധതി ആര് നടപ്പിലാക്കിയെന്നതല്ല കാര്യമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ മറുപടി. സീപ്ലെയിൻ പദ്ധതിയിൽ ആശങ്ക വേണ്ടെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് 24നോട്. അല്ല, ഇവിടെ ഇപ്പോൾ വിവാദങ്ങൾക്ക് സ്ഥാനമില്ല. ഇത് ഫലപ്രദമായി എങ്ങനെ നടപ്പിലാക്കാമെന്നുള്ളതാണ് പ്രശ്നം. അതിലെല്ലാവരും ഒരുമിച്ച് നിന്ന് ഫലപ്രദമാണ്, മറ്റ് ഒരു തരത്തിലുള്ള പ്രയാസമില്ലെങ്കിൽ നമുക്ക് നടപ്പിലാക്കാമല്ലോ. അതിലെന്താ തടസ്സം? ജലവിമാനത്തിന്റെ പരീക്ഷണ പറക്കലിന് പിന്നാലെയാണ് പദ്ധതിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും ഉയരുന്നത്. 24 ഇടുക്കി.